ഹർത്താൽ കേസിൽ PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടൽ നാളെ തന്നെ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് റവന്യൂ വകുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ഹർത്താൽ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും ഭാരവാഹികളുടെ വീടുകളിലുമടക്കം 208 സ്ഥലത്ത് റവന്യൂ വകുപ്പ് കണ്ടുകെട്ടൽ നടപടി പൂർത്തിയാക്കി. പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ വീടും സ്വത്തുവകകളും കണ്ടുകെട്ടുന്ന നടപടികൾ റവന്യൂ വകുപ്പ് ആരംഭിച്ചെങ്കിലും വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കും. ജപ്തി നോട്ടീസ് നൽകിയിട്ടുള്ളവർക്ക് വീടൊഴിയാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. റവന്യൂ റിക്കവറി നിയമത്തിലെ 36-ാം വകുപ്പ് പ്രകാരം നോട്ടീസ് നൽകി സ്വത്തുക്കൾ സർക്കാർ അധീനതയിലാക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. വീടിന്റെയും സ്ഥലത്തിന്റെയും വില നിർണയിച്ച ശേഷമാകും ലേല നടപടികളിലേക്ക് നീങ്ങുക. ചില ജില്ലകളിലെ ഏതാനും കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇനി നടപടികൾ അവശേഷിക്കുന്നത്. ഏത് കേസിലും കോടതി നിർദ്ദേശത്തോടെ റവന്യൂ റിക്കവറി നടപ്പാക്കാനാകൂ എന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. PFI റെയ്ഡുമായി ബന്ധപ്പെട്ട് റിക്വസിഷൻ അതോറിറ്റി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഹോമാണ്. ഹോം തന്നിട്ടുള്ള റിക്വസിഷൻ അനുസരിച്ചുകൊണ്ട് RR നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സർക്കാരിൻ്റെ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് RR സെക്ഷനിലെ 7-ഉം 34-ഉം മാറ്റി നിർത്തിക്കൊണ്ട് RRൻ്റെ 35 ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അറ്റാച്ച്മെൻറ്റ് നടപടികൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചും ലഭ്യമായതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. ഇന്നും ആ നടപടിക്രമങ്ങൾ ഞായറാഴ്ചയായിട്ടും തുടരുകയും ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് 89 PFI കേന്ദ്രങ്ങളിൽ നടപടിയുണ്ടായി. കോഴിക്കോട് 23, കണ്ണൂർ 9, വയനാട് 14, തൃശൂർ 16, കോട്ടയത്തും തിരുവനന്തപുരത്തും 5 വീതം, ഇടുക്കി 6, പത്തനംതിട്ട 2, കൊല്ലം 1 ഇങ്ങനെ പോകുന്നു നടപടികൾ നേരിട്ട PFI കേന്ദ്രങ്ങളുടെ കണക്ക്. ചില ജില്ലകളിൽ ജപ്തി ചെയ്ത സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വില നിർണയത്തിലേക്ക് റവന്യൂ വകുപ്പ് കടന്നിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ വില പൊതുമരാമത്ത് വകുപ്പും സ്ഥലത്തിന്റെ വില റവന്യൂ വകുപ്പുമാണ് കണക്കാക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.